നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പ്രതികരിക്കാൻ നിവർത്തിയില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയും ഇതിനേക്കാൾ വലിയ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നവരാരാണെങ്കിലും അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതൊന്നും എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഞാനെങ്ങനെ പറയുന്നു. എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്, ആരും നിയമത്തിന് അതീതരല്ല. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. സർക്കാരിന്റെ കൈകൾ ശുദ്ധമായതുകൊണ്ടാണല്ലോ 3 CPM നേതാക്കന്മാർ ഇപ്പൊ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുന്നത്. 3 CPMന്റെ ഉന്നത നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണല്ലോ. എത്ര തവണ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തു? ജാമ്യം കൊടുത്തോ? എത്ര തവണ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഇവർക്ക് ജാമ്യം അനുവദിക്കുകയോ ഇവരുടെ പേരുള്ള പരാമർശങ്ങൾ നീക്കുകയോ ചെയ്തോ? TP രാമകൃഷ്ണൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? 3 പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട്. അവിടെ അപ്പോഴാണ് കൈകൾ ശുദ്ധമാണെന്ന്. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, ഞാൻ അതുകൊണ്ടാണ് നിയമത്തിൻ്റെതായ രീതിയിൽ പോകട്ടെ. ഞങ്ങളിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അയ്യപ്പനോട് കളിച്ചിട്ട് ആരും രക്ഷപ്പെടില്ലെന്നാണ് എനിക്ക് പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.